മക്കളെ, NCT 2025 അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഓൾറെഡി അഡ്മിറ്റ് കാർഡ് റിലീസായതാണ്. ഇനി എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൂടി ഞാനിതിൽ ഓർമ്മിപ്പിക്കും. ഇപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ഏപ്രിൽ 29 അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ സിറ്റി ഇൻറ്റിമേഷൻ വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ അഡ്മിറ്റ് കാർഡും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ സാമ്പിൾ, അതായത് ഒരു അഡ്മിറ്റ് കാർഡാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന് ശരിക്കും 2 പേജാണ്. അത് ചിലപ്പോൾ നിങ്ങൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു പേജിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 3 പേജിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ആയി പോകാം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി അതിൻ്റെ ഫ്രണ്ട് പേജ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അഡ്മിറ്റ് കാർഡിൽ ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ പേരുണ്ടാവും, ജെൻഡർ, കാറ്റഗറി ഒക്കെ ഉണ്ടാവും, അപ്ലിക്കേഷൻ നമ്പർ, ഫാദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ ഒക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോയും ഉണ്ടാവും. ഈ ഒരു സെഷൻ നോക്കുക, ഇവിടെ നിങ്ങൾക്കൊരു ബാർ കോഡും അതിൻ്റെ താഴെ ഒരു നമ്പറും ഉണ്ടാവും. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അതിലുണ്ടാവണം. സപ്പോസ് നിങ്ങളുടെ പ്രിൻ്റിൽ ഇത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു പ്രിൻ്റ് കൂടി എടുക്കണം. ഓക്കെ, വേറൊന്നും കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുമ്പോൾ ഇത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുപോലെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങൾ അന്ന് സ്കാൻ ചെയ്ത് കൊടുത്ത സിഗ്നേച്ചറിൻ്റെ ഒരു പ്രിൻ്റും ഇവിടെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ടോപ്പിലെ സൈഡ്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ടെസ്റ്റ് ഡീറ്റെയിൽ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ആ ടെസ്റ്റ് ഡീറ്റെയിൽ നോക്കുക. ഇപ്പോൾ ഈ കുട്ടി ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫിസിക്സ് ഉണ്ട്, ബയോളജി അല്ലെങ്കിൽ ബയോളജിക്കൽ സ്റ്റഡീസും ബയോടെക്നോളജിക്കുമായിട്ട് ഒരു പേപ്പറുണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതേപോലെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മലയാളമുണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ ടെസ്റ്റ് ഉണ്ട്. ഇത്രയുമാണ് ഈ കുട്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു 29 ചൊവ്വാഴ്ചയാണ്. ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് ഷിഫ്റ്റാണ്. ചിലർക്കത് ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ഷിഫ്റ്റ് 1 ആയിരിക്കും, ചിലർക്കത് ഷിഫ്റ്റ് 2 ആയിരിക്കും. ഈ ഷിഫ്റ്റ് 1 ഒക്കെ കിട്ടിയൊരു ചിലപ്പോൾ 7 മണിക്കൊക്കെ ആയിരിക്കും റിപ്പോർട്ടിംഗ് ടൈം, ശ്രദ്ധിക്കണം. ഇനി ഇതിലൊരു റിപ്പോർട്ടിംഗ് ടൈമുണ്ട്. ഈ റിപ്പോർട്ടിംഗ് ടൈമിലാണ് നിങ്ങൾ എത്തേണ്ടത് 1 മണി. ഗേറ്റ് ക്ലോസിംഗ് എന്താണ്? 2:30 1 മണിക്കാണ് റിപ്പോർട്ടിംഗ്. എന്തായാലും 1 മണിക്ക് എത്തുക. 2:30 അപ്പുറത്തേക്ക് ഒരാളെ കടത്തിവിട്ടില്ല. അതുകൊണ്ട് 1 മണിക്ക് തന്നെ എത്താൻ ശ്രദ്ധിക്കുക. ചെറിയ ഡിലേ ഒക്കെ ഉണ്ടായാൽ പോലും ചിലപ്പോൾ അവർ കയറ്റി വിടും. എന്നാലും നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത് 3 മണി തുടങ്ങി 6 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾ ഈ റിപ്പോർട്ടിംഗ് ടൈം ശ്രദ്ധിക്കുക. എക്സാമിൻ്റെ സമയമല്ല ശ്രദ്ധിക്കേണ്ടത്, റിപ്പോർട്ടിംഗ് ടൈമിൽ നിങ്ങൾ അവിടെ എത്തണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ടെസ്റ്റ് സെൻറ്ററിൻ്റെ നമ്പർ ഉണ്ടാവും, വെന്യൂ അതിൻ്റെ ഡീറ്റെയിൽ, ഒരു അഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ എവിടെയാണ് നിങ്ങൾ എത്തേണ്ടത്. ഇനി ആ ടെസ്റ്റ് ഡീറ്റെയിലിൻ്റെ താഴെ നിങ്ങൾക്കൊരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് അവർ പറയുന്നുണ്ട് സെൽഫ് ഡിക്ലറേഷൻ അത് നിങ്ങൾ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. I എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് എഴുതുക. എന്നിട്ട് റെസിഡൻറ്റ് ഓഫ്, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ, ഇപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലമോ മറ്റോ എഴുതാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ആ ഒരു പേജിൻ്റെ ടോപ്പ് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്യണം. ഏത് ഫോട്ടോ ആണെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ആ ഫോട്ടോ ആണ് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അന്ന് നിങ്ങൾ കൊടുത്ത ഫോട്ടോയിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെയും ഡേറ്റ് ആയിക്കോട്ടെ, അവിടെ ഡേറ്റ് ഇല്ലെങ്കിൽ ഇവിടെയും ഡേറ്റ് വേണ്ട, അതേ ഫോട്ടോ ആയിരിക്കണം. ഇനിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിനൊരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അക്ഷയയിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അവരോട് അത് അലൈൻ ചെയ്ത് തരാൻ പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി വലുതായി കിട്ടും. ഇല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് പോയാലും കുഴപ്പമില്ല. ഫോട്ടോ ഒട്ടിക്കാവുന്ന സ്പേസ് ആ കോളം വലുതാക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനാണ്, അതും വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോവുക. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനാണ്, ശ്രദ്ധിക്കുക. ഇതും വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോകണം. ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടതും ഈ തമ്പ് ഇംപ്രഷൻ എടുക്കേണ്ടതും വീട്ടിൽ നിന്ന് തന്നെയാണ്. ഇനി ഇവിടെയുള്ള സിഗ്നേച്ചർ നിങ്ങൾ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലേ ഇടാവൂ, വീട്ടിൽ നിന്ന് ഇടരുത്. ഇവിടെ ബ്ലാങ്ക് ആയി കൊണ്ടുപോവുക. എക്സാമിന് നിങ്ങളുടെ ഇൻവിജിലേറ്റർ നിങ്ങളോട് സൈൻ ചെയ്യാൻ പറയുമ്പോഴേ സൈൻ ചെയ്യാവൂ. ഇനി ഇൻസ്ട്രക്ഷൻസ് നോക്കുക. അതിലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്ന്, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ എത്തണം. ഗേറ്റ് ക്ലോസിങ് കഴിഞ്ഞാൽ ഒരാളെയും കടത്തിവിട്ടില്ല. അതേപോലെ തന്നെ ഈ എക്സാമിനേഷൻ കഴിയാതെ, എക്സാമിനേഷൻ കംപ്ലീറ്റ് ആവാതെ ഒരാളെയും പുറത്തും വിടില്ല. ഓക്കെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ എത്താൻ ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊന്നാണ് റിലീജിയസ് ഡ്രസ്സ് അല്ലെങ്കിൽ കസ്റ്റം ഡ്രസ്സ് പ്രിഫർ ചെയ്തിരുന്ന, അത് ആവശ്യപ്പെട്ടിരുന്ന കുട്ടികൾ, മതപരമായ ഡ്രസ്സുകളൊക്കെ ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിൽ എന്തായാലും അവിടെ എത്തിയിരിക്കണം. കാരണം നിർബന്ധമായിട്ട് ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ആ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ എത്തണം. അതേപോലെ നോ കാൻഡിഡേറ്റ് വുഡ് ബി അലൗഡ് ടു എൻ്റർ ദ എക്സാമിനേഷൻ സെൻറ്റർ വിതൗട്ട് അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഒരു വാലിഡ് ID പ്രൂഫും ഉണ്ടാവണം. ഇത്രയും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം? ഒന്ന്, ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, പിന്നെ ഒരു പെന്ന്. ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഒരു മിനറൽ വാട്ടർ വാങ്ങി അതിൻ്റെ സ്റ്റിക്കർ ഒഴിവാക്കിയാൽ അത് ക്ലിയറായി. പിന്നെ ഒരു പെന്ന് കയ്യിൽ കരുതണം. ഇനി അഡീഷണൽ ഫോട്ടോഗ്രാഫ്, അതായത് നിങ്ങൾ ആ പേസ്റ്റ് ചെയ്ത ഫോട്ടോഗ്രാഫ് കൂടാതെ ഓൾറെഡി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്.
പിന്നെ നിങ്ങൾ താഴെ ഒരെണ്ണം പേസ്റ്റ് ചെയ്യുന്നുണ്ട് തമ്പ് ഇംപ്രഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ഇത് രണ്ടും കൂടാതെ, അതായത് ഒന്ന് നിങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്, ഒന്ന് അവർ തന്നെ പ്രിന്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇനി ഒരെണ്ണം നിങ്ങൾ കയ്യിൽ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം ഒരു ഫോട്ടോ കൂടി, ഇതിൻ്റെ ഒരു കോപ്പി കൂടി കയ്യിൽ കരുതണം. അപ്പോൾ ഒട്ടിച്ചത് കൂടാതെ ഒന്നുകൂടി കയ്യിലുണ്ടാവണം, അഡീഷണൽ ഫോട്ടോഗ്രാഫ്. അത് നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കേണ്ടതാണ്. അത് അവിടെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഇനി അഡ്മിറ്റ് കാർഡിന് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ അഥവാ അണ്ടർടേക്കിംഗ്, അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഐ എന്ന് പറഞ്ഞ് പേരൊക്കെ എഴുതി നമ്മുടെ സ്ഥലമൊക്കെ എഴുതുന്ന ആ ഒരു ചെറിയ പാരഗ്രാഫിനെയാണ് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞത്. അതും ഉണ്ടാവണം. അത് ആ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ആ പേജ് മിസ്സാവരുത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, സിഗ്നേച്ചർ ഒഴികെ ഫോട്ടോ പേസ്റ്റ് ചെയ്യുന്നതും തമ്പ് ഇംപ്രഷൻ എടുക്കുന്നതും ആദ്യം തന്നെ ചെയ്തിട്ട് പോകണം, അവിടെ ചെന്നിട്ടല്ല. സിഗ്നേച്ചർ മാത്രമാണ് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ടത്. അതേപോലെ ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. അത് ഒറിജിനൽ ആയിരിക്കണം, ഫോട്ടോ കോപ്പി അല്ല, ഒറിജിനൽ ആയിരിക്കണം. അത് ഏതൊക്കെ ആവാം? പാൻ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, വോട്ടേഴ്സ് ID ആവാം, പാസ്പോർട്ട് ആവാം, ആധാർ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫുള്ള ആധാർ കാർഡ് ആവാം, ആധാർ ആവാം, നിങ്ങളുടെ ഫോട്ടോ ഉള്ള റേഷൻ കാർഡ് ആവാം, അതേപോലെ ആധാർ എൻറോൾമെൻറ്റ് നമ്പറുള്ള ഡോക്യുമെൻ്റ് ആവാം. അതായത് നമ്മൾ ചിലപ്പോൾ എഡിറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഡോക്യുമെൻ്റ് ആവാം. അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ. പക്ഷേ ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി. ഇതല്ലാത്ത ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റോ ഫോണിലുള്ള ഫോട്ടോയോ ഒന്നും പെർമിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് ഒറിജിനൽ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് ഓർമ്മിക്കുന്നു? അഡ്മിറ്റ് കാർഡ് കയ്യിലുണ്ടാവണം, അഡീഷണൽ ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് പ്ലസ് ഫോട്ടോഗ്രാഫ്, അതിലൊരു ഫോട്ടോ പേസ്റ്റ് ചെയ്തിരിക്കണം. ഇത് കൂടാതെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അഡീഷണൽ ഉണ്ടാവണം, 2. പിന്നെ മൂന്നാമത്തേത് ഒരു പെന്ന് കയ്യിലുണ്ടാവണം. നാലാമത്തേത് ഒരു വാലിഡ് ID, ഒറിജിനൽ ID ഉണ്ടാവണം. വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ അത് കരുതണം. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതുപോലെ അടുത്തതാണ് ഇലക്ട്രോണിക് ഡിവൈസുകളോ മൊബൈൽ ഫോണുകളോ അങ്ങനെ ഒന്നും അകത്ത് കയറ്റില്ല. ഈവൻ വാച്ച് പോലും കയറ്റില്ല. അതുകൊണ്ട് ഒരു നീറ്റിൻ്റെ ഡ്രസ് കോഡിൻ്റെ പാറ്റേണിൽ പോവുക. ഒരു സിമ്പിൾ ഡ്രസ്സ്, അങ്ങനെ ഡ്രസ് കോഡിലൊന്നും വലിയ സ്ട്രിക്റ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഒരു സിമ്പിൾ ഡ്രസ്സ് ഉപയോഗിക്കുക. ഒരുപാട് ലെയറുകളുള്ള പോക്കറ്റുകളുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. ഒരു സാധാരണ ഡ്രസ്സ് ഉപയോഗിക്കുക. ഷൂസ്, ഫുട്വെയർ അല്ലെങ്കിൽ ഹൈ ഹീല് ഫുട്വെയറുകളൊന്നും പെർമിറ്റ് ചെയ്യില്ല. വലിയ ബട്ടണുള്ള ഡ്രസ്സുകൾ പെർമിറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ ടൈപ്പ് ഡ്രസ്സ് ഉപയോഗിക്കാം. ഇനി ബ്ലാങ്ക് പേപ്പർ, റഫ് വർക്ക് ചെയ്യാനുള്ള ബ്ലാങ്ക് പേപ്പർ നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് തരും, നിങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല. അപ്പോൾ ആ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ മേലെ നിങ്ങളുടെ പേരും റോൾ നമ്പരും എഴുതണം. എന്നിട്ട് എക്സാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അത് നിങ്ങൾ തിരിച്ച് ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കണം. അവിടെ തന്നെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ഇടണം, കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ദ കാൻഡിഡേറ്റ് വിൽ നോട്ട് ബി അലൗഡ് ടു അപ്പിയർ ഓൺ എനി അതർ ഡേറ്റ് ഓർ ഷിഫ്റ്റ്. ഈ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന ഷിഫ്റ്റ് അല്ലാതെ വേറൊരു ഷിഫ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഷിഫ്റ്റ് എങ്കിൽ രാവിലെ പോകണ്ട, രാവിലത്തെ ഷിഫ്റ്റ് മാറ്റി കിട്ടില്ല. അതുകൊണ്ട് ഷിഫ്റ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്തണം. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റും കൊടുക്കേണ്ടതില്ല. അതിൽ പ്രാക്ടിക്കലി നടക്കില്ല. നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾ എത്തണം, ആ ഷിഫ്റ്റിൽ തന്നെ. അതേപോലെ NTA വെബ്സൈറ്റ് റെഗുലർലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്കും SMS-ഉമായിട്ടും ഒക്കെ വരും, അതും ശ്രദ്ധിക്കണം. ഇനി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കോപ്പി വീട്ടിൽ സൂക്ഷിച്ചേക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലൊക്കെ വേണ്ടതുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഈ ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ID-യിലോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടേക്കുക, പിന്നീട് ആവശ്യം വരും. അപ്പോൾ ഓൾമോസ്റ്റ് അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.